ദിവസവും രാവിലെ എഴുന്നേറ്റ് ആദ്യം തന്നെ ഒരു ജീവനുള്ള തവളയെ തിന്നേണ്ടി വരുന്നു. കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ഒക്കെ അതിനെ തിന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ഒരു റെസ്പോൺസ്? ഓ, ഇതിലും വലുത് എനിക്ക് എന്തായാലും ഈ ദിവസം വരാൻ പോകുന്നില്ല, ജീവനുള്ള തവളയെ വരെ തിന്നു, പിന്നെ അല്ല ഈ ഒരു ടാസ്ക്, ഇതൊക്കെ എന്നൊരു ഫീൽ ആയിരിക്കും ഉണ്ടാവുക അല്ലെ? അത് തന്നെയാണ് ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന ബുക്കിന്റെ മെയിൻ തീം. തവള എന്നൊന്നും കേട്ട് ഞെട്ടണ്ട, ഇതൊരു പ്രൊഡക്ടിവിറ്റി ആൻഡ് ടൈം മാനേജ്മെന്റ് ബുക്കാണ്. ഇന്നത്തെ വീഡിയോ ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന ബുക്കിന്റെ ഫുൾ ബുക്ക് സമറിയാണ്. നാളെ ചെയ്യാ എന്ന് പറഞ്ഞ് പിന്നീടേക്ക് മാറ്റിവെക്കുന്ന പ്രൊക്രാസ്റ്റിനേഷൻ ഒഴിവാക്കി കുറച്ചു സമയം കൊണ്ട് കൂടുതൽ പണികൾ ചെയ്തു തീർക്കാനുള്ള 21 വഴികളാണ് ഈ ബുക്കിലുള്ളത്. ഈ വീഡിയോയില് ഈ 21 ടിപ്സ് ഫുള്ളായി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. ബുക്കിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ ഫ്രോഗ് എന്നത് നമ്മുടെ ബിഗ്ഗസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടാസ്ക് ആണ്. അത് ചെയ്തു തീർത്താൽ നല്ലൊരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാകുമെന്ന് അറിഞ്ഞാലും നമ്മൾ മിക്കപ്പോഴും മാറ്റി വെക്കുന്നത് ആ ഒരു ടാസ്ക് ആയിരിക്കും. തവളയെ കഴിക്കുന്നതിന്റെ ആദ്യത്തെ റൂളാണ് 2 ഫ്രോഗ്സിനെ നമുക്ക് കഴിക്കണമെങ്കിൽ ഫസ്റ്റ് തന്നെ അതിൽ ഏറ്റവും അഗ്ലിയസ്റ്റിനെ തന്നെ എടുത്ത് തിന്നു തീർക്കുക. സെക്കൻഡ് റൂളാണ് ഈ ലൈവ് ഫ്രോഗ് ഒരിക്കലും എന്നെ കഴിച്ചോ എന്ന് പറഞ്ഞ് നമ്മുടെ മുൻപിൽ ഇങ്ങനെ ഇരിക്കില്ല. സോ ഏത് തവളയെ കഴിക്കും എന്ന തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആ പരിപാടി തുടങ്ങുക. വെയിറ്റ് ചെയ്യരുത്. എക്സിക്യൂഷൻ ചെയ്യാത്തതാണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയ്ക്കുന്ന വലിയൊരു പ്രോബ്ലം. പറഞ്ഞു വന്നത് എന്താണെന്ന് ചെറിയൊരു ഐഡിയ കിട്ടിക്കാണുമല്ലോ. എപ്പോഴും നമ്മുടെ ബിഗ് ഇമ്പോർട്ടന്റ് ടാസ്ക് തന്നെ ഫസ്റ്റ് എടുത്ത് ചെയ്യാം. അല്ലാതെ ഈസി ആണ് എന്ന് വെച്ച് കുറെ ചെറിയ ടാസ്ക് ഒക്കെ എടുത്ത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എപ്പോഴും ബിസി ആയതുപോലെ തോന്നുമെങ്കിലും ആ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് കിട്ടില്ല. ഇനി നമുക്ക് പ്രോക്രാസ്റ്റിനേഷൻ ഒഴിവാക്കി പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ ഈ ബുക്കിൽ പറഞ്ഞിട്ടുള്ള 21 വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ 21 ഒറ്റയടിക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇതിലെ ഏത് കാര്യത്തോടാണ് നിങ്ങൾക്ക് കൂടുതൽ റെസനേറ്റ് ആവുന്നത് അത് വെച്ച് തുടങ്ങുക. So let's start. Number 1, set the table. നമ്മൾ ഈ തവളയെ തിന്നുന്ന പരിപാടിക്ക് പോകും മുമ്പ് ലൈഫിലെ ഓരോ ഏരിയയിലും എന്താണ് നമുക്ക് നേടിയെടുക്കേണ്ടത് എന്ന് നല്ല ഐഡിയ വേണം. പേഴ്സണൽ പ്രൊഡക്ടിവിറ്റിക്ക് ക്ലാരിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഇടയിൽ കുറച്ചു പേര് മാത്രം എപ്പോഴും ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കുന്നു. പല കാര്യങ്ങൾക്കും അവർ സമയം കണ്ടെത്തുന്നതുമെല്ലാം അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നതിനെ കുറിച്ച് ക്ലാരിറ്റി ഉള്ളതുകൊണ്ടാണ്. അവർ അവരുടെ ഗോൾസിൽ നിന്നും ഡീവിയേറ്റ് ആയി പോവില്ല. നമുക്ക് എന്താണ് വേണ്ടത്, അത് നേടിയെടുക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് നല്ല ക്ലാരിറ്റി ഉണ്ടെങ്കിൽ പിന്നെ പ്രോക്രാസ്റ്റിനേഷൻ ഓവർകം ചെയ്യാനും തവളയെ തിന്നാനും ഒക്കെ ഈസി ആവും. പ്രോക്രാസ്റ്റിനേഷന്റെ ഒരു മെയിൻ റീസൺ ആണ് വേഗ്നെസ്, കൺഫ്യൂഷൻ എന്നതൊക്കെ. ഇതിനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് തിങ്ക് ഓൺ പേപ്പർ. ഇതിനു വേണ്ടിയിട്ട് ഇനി പറയുന്ന 7 സ്റ്റെപ്പുള്ള പ്രോസസ്സ് ഫോളോ ചെയ്യാം. സ്റ്റെപ്പ് നമ്പർ 1, ഡിസൈഡ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട്. എന്താണ് എനിക്ക് ശരിക്കും വേണ്ടത് എന്ന് കുറച്ചു നേരം ഇരുന്ന് ചിന്തിക്കുക. സ്റ്റെപ്പ് നമ്പർ 2, റൈറ്റ് ഇറ്റ് ഡൗൺ. ഒരു പേപ്പറിൽ അത് എഴുതി നമ്മുടെ ഗോൾസിനൊക്കെ ഒരു രൂപം കൊടുക്കുക. മനസ്സിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്ന ഗോൾസ് ഒക്കെ ഫാന്റസി പോലെയാണ്. അതിനൊരു എനർജി ഉണ്ടാവില്ല, പിന്നെ ക്ലാരിറ്റിയും കുറവായിരിക്കും, ഒപ്പം കൺഫ്യൂഷനും. സ്റ്റെപ്പ് നമ്പർ 3, സെറ്റ് എ ഡെഡ് ലൈൻ ഓൺ യുവർ ഗോൾസ്. സെറ്റ് സബ് ഡെഡ് ലൈൻസ് ഇഫ് നെസസറി. ഡെഡ് ലൈൻ ഇല്ലെങ്കിൽ ഏർജൻസി ഉണ്ടാവില്ല, നമ്മൾ അതങ്ങ് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്തോണ്ടേ ഇരിക്കും. നമ്പർ 4, മേക്ക് എ ലിസ്റ്റ് ഓഫ് എവറിത്തിങ് യു ക്യാൻ തിങ്ക് ഓഫ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഹാവ് ടു ഡു ടു അച്ചീവ് യുവർ ഗോൾ. നമ്മുടെ ഗോൾ നേടിയെടുക്കാൻ ആവശ്യമുള്ള ചെറുതും വലുതും ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അതൊരു വിഷ്വൽ പിക്ചർ തരും. സ്റ്റെപ്പ് നമ്പർ 5, ഓർഗനൈസ് ദ ലിസ്റ്റ് ഇൻ ടു എ പ്ലാൻ. പ്രയോറിറ്റിക്ക് അനുസരിച്ച് ഈ ലിസ്റ്റ് ചെയ്ത ടാസ്ക് ഒക്കെ ഓർഡർ ആയിട്ട് എഴുതുക. വേണമെങ്കിൽ വിഷ്വലി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോക്സസോ സർക്കിൾസോ ഒക്കെ വരച്ച് അതിലും എഴുതാം. ഇത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അടുത്ത ടാസ്ക് എന്നൊക്കെ വരച്ചും നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. സ്റ്റെപ്പ് നമ്പർ 6, ടേക്ക് ആക്ഷൻ ഓൺ യുവർ പ്ലാൻ ഇമ്മീഡിയറ്റ്ലി. എന്നിട്ട് അപ്പൊ തന്നെ ആക്ഷൻ എടുക്കുക. വിഗറസ് ആയിട്ട് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 7, റിസോൾവ് ടു ഡു സംതിങ് എവറി ഡേ ദാറ്റ് മൂവ്സ് യു ഫോർവേഡ് യുവർ മേജർ ഗോൾ. ലിസ്റ്റിലുള്ള ടാസ്കിൽ എന്തെങ്കിലുമൊക്കെ ഡെയിലി ചെയ്യുക. പണികൾ തുടങ്ങി കഴിഞ്ഞാൽ ഡേ ബൈ ഡേ അടുത്തടുത്ത ടാസ്ക് കണ്ടിന്യൂ ചെയ്തോണ്ടേ ഇരിക്കുക. ഡോണ്ട് സ്റ്റോപ്പ്. പിന്നെ ഇതൊക്കെ എല്ലാ ദിവസവും ഒന്ന് റിവ്യൂ ചെയ്യുക. നമ്പർ 2, പ്ലാൻ എവറി ഡേ ഇൻ അഡ്വാൻസ്. രാവിലെ എണ്ണീറ്റ് എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട്, എന്താ ഇപ്പൊ ചെയ്യുക, എന്നാൽ ഇതങ്ങോട്ട് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ചെയ്തു തുടങ്ങുന്നതാണ് വലിയ പ്രോബ്ലം. പ്രോപ്പർ പ്ലാനിങ് ഇല്ലാതെ നമ്മൾ ടാസ്ക് ചെയ്യുമ്പോൾ അത് നമ്മുടെ വലിയ തവളയാണോ, ഫസ്റ്റ് ഏതാണ് ചെയ്യേണ്ടത് എന്നുള്ള ഡെസിഷന് കറക്റ്റ് ആയിട്ട് എടുക്കാതെ ആവുന്നു. നമ്മൾ പ്ലാനിങ്ങിനായിട്ട് ചെലവാക്കുന്ന ഓരോ നിമിഷവും എക്സിക്യൂഷനിൽ 10 മിനിറ്റ്സ് വെച്ചെങ്കിലും സേവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇതിനിപ്പോ ഒരുപാട് ടൈം ഒന്നും എടുക്കില്ല. ഡെയിലി 10 മിനിറ്റ് പ്ലാനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുക. അത് ചിലപ്പോൾ നമ്മുടെ 2 മണിക്കൂറായിരിക്കും സേവ് ചെയ്യുന്നത്. ഒരു 6P ഫോർമുല ഉണ്ട്.
പ്രോപ്പർ പ്രയർ പ്ലാനിംഗ് പ്രിവെന്റ്സ് പുവർ പെർഫോമൻസ്. പ്ലാനിംഗ് ചെയ്യാൻ ഒരുപാട് ആപ്സും ടൂൾസും ഡിജിറ്റൽ കലണ്ടറും ഒക്കെ ഉണ്ടെങ്കിലും ബേസിക് ആയിട്ട് ഒരു പെന്നും പേപ്പറും ഉണ്ടെങ്കിൽ തന്നെ മതി. അതിനായിട്ട് ഇരിക്കുക, ചെയ്യാനുള്ള ടാസ്ക് ഒക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക, എന്നിട്ട് പണികൾ ഈ ലിസ്റ്റിൽ നിന്നും എടുത്ത് ചെയ്യുക. പുതിയ റിക്വസ്റ്റ് വന്നാലും അത് നമ്മുടെ ലിസ്റ്റിൽ ആഡ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ നാളെ ചെയ്യാനുള്ള ടാസ്ക് പ്ലാൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് രാവിലെ നമ്മൾ എണ്ണിക്കുമ്പോൾ നല്ല ഐഡിയാസ് ഒക്കെ ആയിട്ട് വരും. ഇതിനായിട്ട് മൾട്ടിപ്പിൾ ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നല്ലത്. ഒരു മാസ്റ്റർ ലിസ്റ്റ്, അതിൽ നമ്മുടെ ആവശ്യങ്ങളും ഗോൾസ് ഒക്കെ എഴുതുക. എന്നിട്ട് മന്ത്ലി ലിസ്റ്റ്, മാസ്റ്റർ ലിസ്റ്റ് റെഫർ ചെയ്ത് ഓരോ കാര്യത്തിനും വേണ്ടി വരുന്ന മന്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഇതിൽ എഴുതുക. അതിനുശേഷം വീക്ക്ലി ലിസ്റ്റ്, ഇതിൽ നമ്മുടെ വീക്ക് ഫുൾ ആയിട്ട് അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്ത് ടാസ്ക്സ് ആഡ് ചെയ്യുക. വീക്ക്ലി ലിസ്റ്റ് റെഫർ ചെയ്ത് അതിൽ നിന്നും നാളെ എന്താണ് ചെയ്യേണ്ടത് എന്ന് പ്ലാൻ ചെയ്യുന്നതാണ് ഡെയിലി ലിസ്റ്റ്. എന്നിട്ട് ടാസ്ക് ചെയ്ത് തീർക്കുമ്പോൾ സൈഡിൽ ഒരു ടിക്ക് മാർക്ക് ഇട്ട് വരിക. അത് നമുക്കൊരു മോട്ടിവേഷൻ നൽകും. ഞാൻ നേടിയെടുത്തു എന്നൊരു ഫീലിംഗ് നമ്മുടെ സെൽഫ് എസ്റ്റീമും സെൽഫ് റെസ്പെക്റ്റും കൂട്ടുന്നു. നമ്പർ 3, അപ്ലൈ ദ 80-20 റൂൾ ടു എവറിത്തിങ്. പാരറ്റോ പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്ന 80-20 റൂള് ടൈം ആൻഡ് ലൈഫ് മാനേജ്മെന്റിൽ നല്ലപോലെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ഈ 80-20 റൂൾ എന്താണെന്നാൽ നമ്മൾ ചെയ്യുന്ന 20% ഓഫ് ദ ആക്ടിവിറ്റീസ് ആയിരിക്കും നമ്മുടെ റിസൾട്ട്സിന്റെ 80% തരുന്നവ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ 20% കസ്റ്റമേഴ്സ് ആയിരിക്കും നമുക്ക് 80% സെയിൽസ് തരുന്നത്. നമ്മുടെ 20% പ്രോഡക്റ്റ് ഓർ സർവീസ് ആയിരിക്കും നമുക്ക് 80% പ്രോഫിറ്റ് തരുന്നത്. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇൻ കേസ് നമുക്കൊരു 10 ടു ഡു ലിസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ 2 ഐറ്റമിന്റെ വർത്ത് മറ്റ് ബാക്കിയുള്ള 8 ഐറ്റംസിന്റെ മൊത്തം വർത്തിനേക്കാളും കൂടുതലായിരിക്കും. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, ചിലപ്പോൾ ഈ 10 ടാസ്കും ചെയ്യാൻ നമുക്ക് മോറോർലെസ് സെയിം ടൈമേ എടുക്കുള്ളൂ. ബട്ട് അതിൽ 1-2 ടാസ്കിന്റെ വാല്യൂ മറ്റുള്ളവയെക്കാളും നല്ല കൂടുതലായിരിക്കും. സോ ആ വാല്യൂ കൂടുതലുള്ള തവളയാണ് നമ്മൾ ഫസ്റ്റ് തന്നെ കണ്ടെത്തേണ്ടത്. ബട്ട് സാഡ് പാർട്ട് എന്താണെന്നാൽ, നമ്മളിൽ ഒരുപാട് പേരും എപ്പോഴും ആ നല്ല വാല്യൂ തരുന്ന ടാസ്കിനെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്തിട്ട് ബോട്ടം 80%ലെ ടാസ്ക് ആണ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ ടാസ്കിന്റെ എണ്ണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് പകരം അതിന്റെ ഇമ്പോർട്ടൻസ് ഓർ വാല്യൂയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത്. അതുകൊണ്ട് ഏതൊരു ടാസ്ക് നമ്മൾ ചെയ്യാൻ എടുക്കുമ്പോഴും അത് ടോപ്പ് 20%ലെ ടാസ്ക് ആണോ ഓർ ബോട്ടം 80%ലെ ടാസ്ക് ആണോ എന്ന് നമ്മളോട് തന്നെ ചോദിച്ചിട്ട് ടോപ്പ് 20%ലെ ടാസ്ക് മാത്രം എപ്പോഴും ഫസ്റ്റ് ചൂസ് ചെയ്ത് ചെയ്യാം. വൺസ് അത് കഴിഞ്ഞതിന് ശേഷം പതുക്കെ നമുക്ക് 80%ലോട്ട് വരാം. നമുക്ക് എപ്പോഴും രാവിലെ എണ്ണീറ്റ് നമ്മുടെ ലിസ്റ്റിലെ ചെറിയ ചെറിയ ടാസ്ക് ഒക്കെ വേഗം ചെയ്ത് തീർക്കാൻ നല്ല ടെംപ്ടേഷൻ ആയിരിക്കും. ആ ഒരു ടെംപ്ടേഷനെ പിടിച്ചു വെക്കുക. ലോ വാല്യൂ ടാസ്ക് എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വേഗം അത് ഹാബിറ്റ് ആവും. സോ ഒരുപാട് പണികൾ തീർത്താലും നമുക്ക് ഒന്നും അച്ചീവ് ചെയ്ത ഫീലിംഗ് വരില്ല. നേരെ മറിച്ച് ഹൈ വാല്യൂ ടാസ്ക് ഒരെണ്ണമെങ്കിലും ചെയ്തു തീർത്താൽ വല്ലാത്തൊരു പ്രൗഡ് ഫീലിംഗ് കിട്ടും. ഒപ്പം അതിന്റെ റിവാർഡ്സും നല്ല വലുതായിരിക്കും. നമ്പർ 4, കൺസിഡർ ദ കോൺസിക്വൻസസ്. ഒരു ടാസ്ക് ചെയ്തു തീർക്കുമ്പോഴും ഓർ ചെയ്യാതെ ഇരിക്കുമ്പോഴും ഉണ്ടാകുന്ന കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന് കറക്റ്റ് ആയിട്ട് തിരിച്ചറിയാതെ ഇരിക്കുമ്പോഴാണ് ആ ഒരു ടാസ്കിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത്. സോ ലോങ് ടേം ആയിട്ട് എപ്പോഴും ചിന്തിക്കുക, ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് ഇന്നത്തെ നമ്മുടെ ചോയ്സസും ബിഹേവിയേഴ്സും സ്ട്രക്ചർ ചെയ്യുക. സോ ഏതൊരു ടാസ്ക് ചെയ്യാൻ എടുക്കുമ്പോഴും ഈ ഒരു ടാസ്ക് ഞാൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഉണ്ടാകുന്ന കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന് ഫസ്റ്റ് തന്നെ കുറച്ച് ടൈം എടുത്ത് ചിന്തിക്കുക. ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ എപ്പോഴും ഷോർട്ട് ടേം പ്ലഷറിൽ ഫോക്കസ് ചെയ്യാതെ ഇപ്പോൾ കുറച്ചൊക്കെ സാക്രിഫൈസസ് ചെയ്താലും ലോങ് ടേം റിവാർഡ്സ് നേടാനാണ് നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഓഫീസിൽ നേരത്തെ വന്ന് ജോലികൾ ചെയ്യുക, ധാരാളം വായിക്കുക, പല കോഴ്സസ് എടുത്ത് സ്കിൽസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുക എന്നൊക്കെ ആയാലും അതിന് നല്ല പോസിറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാകും. നേരെ മറിച്ച് ഓഫീസിൽ ലേറ്റായി വരുന്നു, ആ ബ്രേക്ക് ഈ ബ്രേക്ക് എന്ന് പറഞ്ഞ് കുറെ ബ്രേക്സ് എടുത്ത് ഗോസിപ്പ് അടിച്ച് നടക്കുന്നു, പണികൾ ചുമ്മാ ഒരു പേരിനൊക്കെ ചെയ്യുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ ഷോർട്ട് ടേമിൽ ഒരു സുഖമൊക്കെ ഉണ്ടെങ്കിലും ലോങ് ടേമിൽ നെഗറ്റീവ് ഇമ്പാക്ട് ആയിരിക്കും ഉണ്ടാവുക. പ്രൊമോഷൻ കിട്ടില്ല, അണ്ടർ അച്ചീവ്മെന്റ് കാരണം ഹൈക്ക് ഉണ്ടാവില്ല, പിന്നെ ഫ്രസ്ട്രേഷനും ആയിരിക്കും. ഇതൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാലും ഹൈ വാല്യൂ ടാസ്കിനെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാതെ ഇരിക്കാനുള്ള മോട്ടിവേഷൻ കിട്ടും. ടൈം എപ്പോഴും ഓടിക്കൊണ്ടേയിരിക്കും. ബട്ട് ആ ടൈമിനെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതാണ് മാറ്റർ ചെയ്യുന്നത്. എനിക്ക് എപ്പോഴും ഒരുപാട് പണികളുണ്ട് ചെയ്യാൻ, ടൈം തീരെ കിട്ടാറേ ഇല്ല എന്ന് നമ്മൾ എപ്പോഴും കംപ്ലൈന്റ് പറയാറുണ്ടല്ലേ. ആക്ച്വലി ഇത് കുറച്ചൊക്കെ ശരിയാണ്. അതെന്താണെന്ന് അറിയാൻ ലോ ഓഫ് ഫോഴ്സ്ഡ് എഫിഷ്യൻസി എന്താണെന്ന് അറിയണം. There is never enough time to do everything, but there is always enough time to do the most important thing. നമുക്ക് എല്ലാ പണികളും ചെയ്തു തീർക്കാൻ എന്തായാലും ടൈം ഉണ്ടാകില്ല. ബട്ട് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാസ്ക് ചെയ്തു തീർക്കാൻ എപ്പോഴും ടൈം ഉണ്ടാകും. നാളെ ക്ലയന്റിന് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ അത് തീർത്തിരിക്കും അല്ലെ.
അതുപോലെ ചിലപ്പോഴേ ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, എക്സാം അടുക്കാറായാലേ ഒരു ചൂടുണ്ടാവുള്ളൂ, അപ്പോഴേ എനിക്ക് പഠിക്കാനൊക്കെ പറ്റുള്ളൂ എന്നൊക്കെ. ഇതുപോലെയൊക്കെ തന്നെയാണ് വർക്കിലും. ബട്ട് ഈ ഡെഡ് ലൈൻസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു തരം എക്സ്ക്യൂസ് ആണ്. ആക്ച്വലി ഡെഡ് ലൈൻസ് അടുക്കാറാവുമ്പോൾ സ്ട്രെസ് കൂടും. എങ്ങനെയെങ്കിലും ഒക്കെ തീർക്കണം എന്ന് വിചാരിച്ച് ചെയ്യുമ്പോൾ മിസ്റ്റേക്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അത് കാരണം ചിലപ്പോൾ റീഡോ ചെയ്യേണ്ടി വന്നേക്കാം. അത് നമ്മുടെ കോസ്റ്റ് ആൻഡ് ടൈം ഒക്കെ വേസ്റ്റ് ആക്കുകയേ ഉള്ളൂ. നേരെ മറിച്ച് എല്ലാം നേരത്തെ തന്നെ പ്ലാൻ ഇട്ട് ഒപ്പം ഒരു ബഫർ ടൈമും കൂടി ചേർത്ത് പ്ലാൻ ഇട്ട് പണികളൊക്കെ ചെയ്തു വന്നാൽ നല്ല റിലാക്സ്ഡ് ആയിരിക്കും, നല്ല റിസൾട്ടും കൊടുക്കാനായിട്ട് പറ്റും. നമ്പർ 5, പ്രാക്ടീസ് ക്രിയേറ്റീവ് പ്രൊക്രാസ്റ്റിനേഷൻ. നമുക്ക് ചെയ്യാനുള്ള ലിസ്റ്റിലെ എല്ലാ പണികളും നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് പറ്റില്ല, അതാണ് സത്യം. സോ കുറച്ച് ജോലികൾ നമുക്ക് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ എല്ലാവരും ജോലികൾ മാറ്റിവെക്കാറുണ്ട്. ബട്ട് അത് എങ്ങനെയുള്ള ടാസ്ക് ആണ് എന്നതാണ് നമ്മൾ ഒരു ഹൈ പെർഫോമർ ആണോ ലോ പെർഫോമർ ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇതിനായിട്ട് ക്രിയേറ്റീവ് പ്രോക്രാസ്റ്റിനേഷൻ ചെയ്യുക. എന്തായാലും പിന്നീട് ചെയ്യാൻ എന്ന് പറഞ്ഞ് കുറച്ച് ടാസ്ക് മാറ്റി വെക്കേണ്ടി വരും. ബട്ട് അത് എപ്പോഴും ലോ വാല്യൂ തരുന്ന ടാസ്ക് ആയിരിക്കണം. എപ്പോഴും ഹൈ വാല്യൂ തരുന്ന വലിയ അഗ്ലി ഫ്രോഗ്സിനെ കഴിച്ചിട്ടേ ബാക്കിയുള്ളത് എന്തും ചെയ്യാവൂ. ഇതിനായിട്ട് പൊളൈറ്റ് ആയിട്ട് നോ പറയാൻ പഠിക്കണം നമുക്ക്. അത് ക്ലിയർ ആയിട്ടുള്ള നോവും ആയിരിക്കണം. അല്ലാതെ നോക്കട്ടെ, സാരമില്ല, ഞാൻ പിന്നെ നോക്കാം എന്നൊക്കെ പറഞ്ഞ് ക്ലിയർ ഇല്ലാത്ത ഡയറക്ഷൻസ് കൊടുക്കുന്നതും നല്ലതല്ല. പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, എന്നാ പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റാത്തതോ ഓർ ചെയ്യാൻ തോന്നാത്തതോ ആയ കാര്യങ്ങളൊക്കെ ഞാൻ ഓടിപ്പോയി പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. ഇതിനെ അൺകോൺഷ്യസ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയും. ഒട്ടും ആലോചിക്കാതെ എടുക്കുന്ന ഡെസിഷൻസ് ആയിരിക്കും ഇത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നല്ല ഹൈ വാല്യൂ ടാസ്കിനെയും നമ്മൾ മാറ്റി വെച്ചേക്കാം. സോ നല്ലപോലെ റിവ്യൂ ചെയ്തിട്ടേ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാവുള്ളൂ. ഓൾസോ മസ്റ്റ് ആയിട്ട് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യണം എന്നുള്ളവ പൊളൈറ്റ് ആയിട്ട് നോ പറഞ്ഞ് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യണം. നമ്പർ 6, യൂസ് ദ ABCDE മെത്തേഡ് കണ്ടിന്യൂസ്ലി. നമുക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ABCDE മെത്തേഡ്. ഇത് ഭയങ്കര സിമ്പിൾ ആണ്. നാളെ ചെയ്യാനുള്ള എല്ലാ ടാസ്കും നിങ്ങളുടെ ലിസ്റ്റിൽ എഴുതുക. എന്നിട്ട് ഓരോ ടാസ്കിന് നേരെയും അതിന്റെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് ABCDE എന്ന് കൊടുക്കണം. ഇനി ഈ ഓരോ ലെറ്റേഴ്സും എന്തിനെ റെപ്രസെന്റ് ചെയ്യും എന്ന് നമുക്ക് നോക്കാം. A എന്ന് പറയുന്നതാണ് എന്തായാലും ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ടാസ്ക്. ഇത് ചെയ്തില്ലെങ്കിൽ നെഗറ്റീവ് കോൺസിക്വൻസസ് ഉണ്ടാവും, ചെയ്താൽ പോസിറ്റീവ് കോൺസിക്വൻസസ് ആണ് ഉണ്ടാവുന്നത്. ഇങ്ങനെയുള്ള ടാസ്ക് ആണ് A കാറ്റഗറിയിൽ വരുന്നത്. ഇതിൽ തന്നെ ഒന്നിലധികം ടാസ്ക് ഉണ്ടെങ്കിൽ A1, A2, A3 എന്ന് പ്രയോറിറ്റൈസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ആണ് B. ഇത് നമ്മൾ ചെയ്യേണ്ട ടാസ്ക് ആണ്, ബട്ട് മസ്റ്റ് ഡു അല്ല. ഇത് ചെയ്തില്ലെങ്കിൽ ചെറിയ രീതിയിൽ കോൺസിക്വൻസസ് ഉണ്ടാകും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ലിസ്റ്റിൽ എന്തെങ്കിലും A ടാസ്ക് ചെയ്യാതെ ഇരിപ്പുണ്ടെങ്കിൽ B ടാസ്ക് തുടരുന്നത്. B ടാസ്ക്സ് എപ്പോഴും A ലിസ്റ്റിലെ എല്ലാ ജോബ്സും തീർത്തിട്ടേ ചെയ്തു തുടങ്ങാവുള്ളൂ. ഇനി നെക്സ്റ്റ് വൺ ആണ് C. അത് ചെയ്താൽ കൊള്ളാം, ഇനി ചെയ്തില്ലെങ്കിൽ പ്രത്യേകിച്ച് കോൺസിക്വൻസസ് ഉണ്ടാകാത്ത ടാസ്ക് ആണ്. D ടാസ്ക് ആണെങ്കിൽ മറ്റുള്ളവർക്ക് ഡെലിഗേറ്റ് ചെയ്യേണ്ട ടാസ്ക്. ഇങ്ങനെയുള്ള ടാസ്ക് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ലോ വാല്യൂവേ ഉണ്ടാവുള്ളൂ. ഇത് മറ്റാർക്കെങ്കിലും ഡെലിഗേറ്റ് ചെയ്താൽ മെയിൻ A ടാസ്ക് ചെയ്യാനായിട്ട് ടൈം കുറെ കിട്ടും. E എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യേണ്ട ടാസ്ക്സ് ആണ്. ഇതിലെ ചിലതൊക്കെ പണ്ട് ഇമ്പോർട്ടന്റ് ആയിരുന്നിരിക്കാം. സോ അതിപ്പോൾ ആവശ്യമില്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ഇങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്തതിന് ശേഷം ഒന്നും നോക്കാതെ പണികൾ അപ്പൊ തന്നെ ചെയ്തു തുടങ്ങുക. നമ്പർ 7, ഫോക്കസ് ഓൺ കീ റിസൾട്ട് ഏരിയാസ്. നമ്മളെ ഒരു കമ്പനി ഹയർ ചെയ്തിരിക്കുന്നത് ഒരു സ്പെസിഫിക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയാണ്. അതിനെ ബേസ് ചെയ്താണ് നമുക്ക് സാലറി നൽകുന്നത്. സോ നമ്മുടെ ജോബിനെ 5 to 6 കീ റിസൾട്ട് ഏരിയാസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഈ ഏരിയയിലെ റിസൾട്ട്സിന് നമുക്കായിരിക്കും റെസ്പോൺസിബിലിറ്റീസ്. അതിന്റെ ഔട്ട്പുട്ട് മറ്റു ടാസ്ക് ഓർ അടുത്ത കീ ഏരിയയുടെ ഇൻപുട്ട് ആയിരിക്കാം. സോ ഇതൊക്കെ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിൽ ഫസ്റ്റ് ഫോക്കസ് ചെയ്യാം. എന്നിട്ട് ഈ ഓരോ കീ റിസൾട്ട് ഏരിയാസിലും നമ്മൾ എത്ര സ്കിൽഫുൾ ആണ് എന്ന് നമുക്ക് തന്നെ ഒന്ന് ഗ്രേഡ് കൊടുത്ത് നോക്കുക. വീക്ക് ആയിട്ടുള്ള ഏരിയ ഇംപ്രൂവ് ചെയ്യാം. അതുപോലെ ഇതിന് ആവശ്യമായിട്ട് പുതിയ സ്കിൽസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. എല്ലാവർക്കും സ്ട്രെങ്സും വീക്ക്നെസ്സും ഒക്കെ ഉണ്ടാവും. അത് തിരിച്ചറിഞ്ഞ് ഇംപ്രൂവ് ചെയ്യുമ്പോൾ നമ്മുടെ പെർഫോമൻസ് കൂടാൻ തുടങ്ങും. പ്രോക്രാസ്റ്റിനേഷൻ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു വഴിയാണ് ഇത്. കീ റിസൾട്ട് ഏരിയാസിലൊക്കെ എക്സലന്റ് ആയിട്ട് പെർഫോം ചെയ്യുക. നമ്പർ 8, അപ്ലൈ ദ ലോ ഓഫ് 3. യൂഷ്വലി 3 ഏരിയാസിലാണ് മിക്കവർക്കും പല ഗോൾസും ഉണ്ടാവുക. ഒന്നാമത്തേത് ഫൈനാൻഷ്യൽ ആൻഡ് കരിയർ ഗോൾസ്, രണ്ടാമത്തേത് ഫാമിലി ഓർ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഗോൾസ്, ആൻഡ് മൂന്നാമത്തേത് ഹെൽത്ത് ഓർ ഫിറ്റ്നസ് ഗോൾസ്. ഈ 3 എണ്ണമാണ് നമ്മുടെ ലൈഫിലെ മെയിൻ ആയിട്ടുള്ള കീ ഏരിയാസ്. ലോ ഓഫ് 3 അനുസരിച്ച് ഈ ഓരോ ഏരിയയിലും നമ്മുടെ 3 ടോപ്പ് ഇമ്പോർട്ടന്റ് ഗോൾസ് എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാം. ഫോർ എക്സാമ്പിൾ 3 മോസ്റ്റ് ഇമ്പോർട്ടന്റ് കരിയർ ഗോൾസ്, ഫൈനാൻഷ്യൽ ഗോൾസ്, റിലേഷൻഷിപ്പ് ഗോൾസ്, ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ഗോൾസ്. ഇത് ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനു വേണ്ടിയുള്ള പണികൾ പ്ലാൻ ചെയ്ത് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ 3 ഏരിയാസ് തമ്മിൽ ഒരു ബാലൻസ് കൊണ്ടുവരണം.
അതിനായിട്ട് ചെയ്യേണ്ട ഒരേ ഒരു കാര്യമാണ് വർക്ക് ഓൾ ദ ടൈം യു വർക്ക് ചെയ്യാനിരിക്കുമ്പോൾ ഫുൾ ടൈം വർക്ക് മാത്രം ചെയ്യുക. ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഫുൾ ടൈം അത് മാത്രം ചെയ്യുക. ഫിറ്റ്നസ് റൂട്ടിന്റെ ടൈമിൽ അത് മാത്രം ചെയ്യാം. അല്ലാതെ കുറച്ചു നേരം വർക്ക് ചെയ്തു, പിന്നെ കുറച്ചു നേരം ചിറ്റാറ്റ് ചെയ്യാൻ പോയി, പിന്നെ കുറച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്തു, കുറച്ച് സോഷ്യൽ മീഡിയ, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ വർക്ക് ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റാതെ ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് അത് ഫാമിലി ഓർ എക്സസൈസ് ടൈമിനെ എഫക്ട് ചെയ്യും. സോ അതൊക്കെ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ഒക്കെ ചെയ്യുന്നു. കരിയർ ആൻഡ് ഫൈനാൻഷ്യൽ ആണ് സാധാരണ എല്ലാവരുടെയും മെയിൻ ഗോൾ എങ്കിലും എന്തിനു വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് പണം സമ്പാദിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി മനസ്സിൽ കൊണ്ടുവന്ന് ജീവിക്കുക. നമുക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ നമ്മൾ ചിലവാക്കുന്ന ടൈം കൂടുന്തോറും നമ്മുടെ ഹാപ്പിനെസ്സും കൂടും. അത് അടുത്തടുത്ത ദിവസങ്ങളിൽ പ്രൊഡക്റ്റീവ് ആകാൻ നമുക്ക് ഒരു മോട്ടിവേഷൻ നൽകും. നമ്പർ 9, പ്രിപ്പയർ തറലി ബിഫോർ യു ബിഗിൻ. പ്രൊക്രാസ്റ്റിനേഷൻ മാറ്റി പ്ലാൻ ചെയ്ത ടാസ്ക് ചെയ്യാനായിട്ട് അടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാം പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുക. വർക്ക് ചെയ്യാൻ ആവശ്യമുള്ളതൊക്കെ ഡെസ്കിൽ നേരത്തെ തന്നെ എടുത്തു വയ്ക്കുക. വർക്കിംഗ് ഡെസ്ക് ഡീക്ലട്ടർ ചെയ്യുക. വർക്കിംഗ് ഡെസ്ക് ക്ലീൻ ആയിട്ട് ഇരുന്നാൽ തന്നെ പണികൾ ചെയ്യാനായിട്ട് ഒരു എനർജി ഉണ്ടാവും. ഓൾസോ ആവശ്യമുള്ളതൊക്കെ ഡെസ്കിൽ നേരത്തെ തന്നെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് അത് തപ്പി നടക്കേണ്ട കാര്യമില്ല. ഇവിടെ മനസ്സിൽ വെക്കാനുള്ള ഒരു കാര്യമാണ് പ്രിപ്പറേഷൻ ചെയ്തിട്ടേ തുടങ്ങാവുള്ളൂ എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷനിൽ മാത്രം സമയം പോകരുത്. ഒരു 80% ഒക്കെ റെഡി ആയാൽ തന്നെ പ്ലാൻഡ് ടാസ്ക് ചെയ്തു തുടങ്ങുക. പെർഫെക്ഷൻ അല്ല ഇവിടെ നമ്മൾ എയിം ചെയ്യേണ്ടത്, ആക്ഷൻ എടുക്കുന്നതിലായിരിക്കണം നമ്മുടെ മെയിൻ ഫോക്കസ്. നമ്പർ 10, ടേക്ക് ഇറ്റ് 1 ഓയിൽ ബാരൽ അറ്റ് എ ടൈം. പ്രോക്രാസ്റ്റിനേഷൻ ഒഴിവാക്കാൻ വേണ്ടി അടുത്ത ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മുന്നിലുള്ളത് ഒരു വലിയ ടാസ്ക് ആണ് എന്ന് മൈൻഡിൽ കൊണ്ടുപോകാതെ അതിനായിട്ട് ചെയ്യാനുള്ള ഒരു സിംഗിൾ ആക്ഷൻ എന്താണ് എന്ന് മനസ്സിൽ കൊണ്ടുവരിക. നമ്മുടെ വലിയ തവളയെ തിന്നാനുള്ള ഒരു ബെസ്റ്റ് വഴിയാണ് 1 ബൈറ്റ് അറ്റ് എ ടൈം എന്ന് വെച്ച് കഴിക്കുക. അതായത് ടേക്ക് ഇറ്റ് 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം. നമുക്ക് കാണാൻ പറ്റുന്ന അത്ര ദൂരം സഞ്ചരിക്കുക. അത് കഴിഞ്ഞുള്ള പാത നമ്മൾ മുന്നോട്ട് പോകും തോറും ക്ലിയർ ആയി വരും. അതല്ലാതെ എല്ലാം റെഡി ആകട്ടെ എന്ന് വിചാരിച്ച് ഇരിക്കരുത്. ഓരോ മാസവും സേവ് ചെയ്യുന്ന ചെറിയ ചെറിയ സേവിങ്സ് ആണ് നമുക്ക് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നേടുന്നതിലോട്ട് നയിക്കുന്നത്. അതുപോലെ ഓരോ ദിവസവും ചെയ്യുന്ന എക്സസൈസിന്റെ റിസൾട്ട് വർഷങ്ങൾ കഴിഞ്ഞ് നമ്മുടെ ഹെൽത്തിൽ കാണാൻ സാധിക്കുന്നു. സോ പ്രോക്രാസ്റ്റിനേഷൻ ഓവർകം ചെയ്യാനും എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട്സ് നേടാനും നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. എന്നിട്ട് അതിനുശേഷം 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം വെച്ച് ഓരോന്നും ചെയ്ത് മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യുക. നമ്പർ 11, അപ്ഗ്രേഡ് യുവർ കീ സ്കിൽസ്. പേഴ്സണൽ പ്രൊഡക്ടിവിറ്റിയുടെ ഒരു മെയിൻ പ്രിൻസിപ്പിൾ ആണ് നമ്മുടെ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നത്. നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ജോലികൾ എക്സലന്റ് ആയിട്ട് ചെയ്യാൻ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി അതൊക്കെ പഠിക്കുക. നമ്മൾ നമ്മുടെ തവളയെ തിന്നാനുള്ള സ്കില്ല് എത്രത്തോളം ഇംപ്രൂവ് ചെയ്യുന്നോ അത്രത്തോളം ഈസി ആയിട്ട് തവളയെ തിന്നു തീർക്കാനായിട്ട് പറ്റും. നമ്മൾ നമ്മുടെ കുറേ പണികളൊക്കെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നതിനുള്ള കുറച്ച് കാരണങ്ങളാണ് കോൺഫിഡൻസ് ഇല്ലാത്തത്, സ്കിൽഫുൾ അല്ലാത്തത്. ഇൻ കേസ് നമ്മൾ ഇപ്പോൾ നമ്മുടെ ഫീൽഡിൽ നല്ലപോലെ തിളങ്ങുന്നുണ്ടെങ്കിലും മനസ്സിൽ വെക്കാനുള്ള ഒരു കാര്യമാണ് എല്ലാം നല്ല ഫാസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. സോ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഇപ്പോഴുള്ള നമ്മുടെ സ്കില്ലൊക്കെ അത്ര വാല്യുബിൾ അല്ലാതെ ആകും. സോ എപ്പോഴും നമ്മുടെ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതുകൊണ്ട് നമ്മുടെ മെയിൻ കീ ഏരിയ എന്താണോ അതിൽ എന്തൊക്കെ പുതിയ കാര്യങ്ങൾ പഠിക്കാം എന്ന് കണ്ടെത്തി എപ്പോഴും പഠിച്ചുകൊണ്ടേ ഇരിക്കുക. ഇതിനായിട്ട് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങളാണ്. ഒന്നാമത്, എല്ലാ ദിവസവും വായനയ്ക്കായിട്ട് 1 മണിക്കൂർ മാറ്റിവെക്കുക. നമ്മുടെ ഏരിയയിൽ നോളേജ് ഗെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബുക്സ് ഒക്കെ വായിക്കുക. രണ്ടാമത്, സെമിനാർസ് കോഴ്സസ് ഒക്കെ എടുക്കുക. മൂന്നാമത്, കാറിൽ ഓഡിയോ പ്രോഗ്രാംസ് കേൾക്കുക. പോഡ്കാസ്റ്റ് ആവാം ഓർ ഏതെങ്കിലും കോഴ്സസ് ആവാം. ട്രാവൽ ടൈം ലേണിംഗ്സിനായിട്ട് യൂസ് ചെയ്യാം. നമ്പർ 12, ഐഡന്റിഫൈ യുവർ കീ കൺസ്ട്രെയിൻസ്. നമ്മൾ നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു ഗോളിനും നമ്മൾ ഇപ്പോൾ ഉള്ളിടത്ത് നിന്ന് എത്തിപ്പെടാൻ മെയിൻലി ഒരു മേജർ കൺസ്ട്രെയിന്റ് ഓവർകം ചെയ്യേണ്ടി വരും. അതെന്താണെന്ന് ക്ലിയർ ആയിട്ട് കണ്ടെത്തുക. അതിനായിട്ട് നമ്മളോട് തന്നെ ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വാട്ട് ഈസ് ഹോൾഡിംഗ് മീ ബാക്ക്. ബേസിക്കലി നമ്മുടെ ആ മെയിൻ തവളയെ കഴിക്കുന്നതിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കുന്നത് എന്താണ്, ആ ഒരു ലിമിറ്റിംഗ് ഫാക്ടർ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് നമ്മുടെ എല്ലാ എനർജിയും യൂസ് ചെയ്ത് അത് എങ്ങനെയെങ്കിലുമൊക്കെ ഓവർകം ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ ആ 80-20 റൂള് ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. നമ്മുടെ സക്സസിനെ പിന്നിൽ നിന്ന് വലിക്കുന്ന കൺസ്ട്രെയിൻസിൽ 80% നമ്മുടെ ഇന്റേണൽ കൺസ്ട്രെയിൻസ് ആയിരിക്കും. അത് നമ്മുടെ കമ്പനി ഓർ ഓർഗനൈസേഷന്റെ ഉള്ളിൽ നിന്നുള്ളതായിരിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ പേഴ്സണൽ ക്വാളിറ്റീസ്, ടാലൻസ്, ഹാബിറ്റ്സ്, ഡിസിപ്ലിൻസ് ഓർ കോമ്പീറ്റൻസീസ്. ബാക്കി 20% മാത്രമേ എക്സ്റ്റേണൽ കൺസ്ട്രെയിൻസ് ആയിരിക്കുള്ളൂ, ലൈക്ക് കോമ്പറ്റീഷൻ, മാർക്കറ്റ്, ഗവൺമെന്റ്, റൂൾസ്, അങ്ങനെയൊക്കെ. സോ നമ്മൾ എപ്പോഴും ഓരോ എക്സ്ക്യൂസസ് പറഞ്ഞ് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ
ഫസ്റ്റ് ലുക്ക് ഇൻ ടു യുവർ സെൽഫ്. നമ്മുടെ ഏത് ഇന്റേണൽ കൺസ്ട്രെയിന്റ് ആണ് നമ്മുടെ ബെസ്റ്റ് പുറത്ത് കൊണ്ടുവരുന്നതിൽ തടസ്സം നിൽക്കുന്നത്, എന്നിട്ട് ആ കീ കൺസ്ട്രെയിന്റ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നോക്കുക. നമ്പർ 13, പുട്ട് ദ പ്രഷർ ഓൺ യുവർ സെൽഫ്. ഈ ലോകത്ത് ഒരുപാട് പേരുണ്ട് താൻ ആരായി തീരണം എന്നും അതിനായിട്ടുള്ള മോട്ടിവേഷൻ തരാനും ഒക്കെ ആരെങ്കിലും ഒക്കെ വരും എന്ന് പ്രതീക്ഷിച്ച് ഇരിക്കുന്നവര്. സത്യാവസ്ഥ എന്താണെന്നാൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആരും വരില്ല. അത് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഫ്രോഗ്സിനെ നമ്മൾ തന്നെ ചൂസ് ചെയ്യുക, എന്നിട്ട് അത് തിന്നു തീർക്കാൻ നമ്മൾ തന്നെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക. ഇതിനായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ റോൾ മോഡൽ നമ്മൾ തന്നെയാണെന്ന് ഫിക്സ് ചെയ്യുക. മറ്റുള്ളവർ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സിനേക്കാളും കൂടുതൽ നമ്മൾ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്യുക. എപ്പോഴും ഒരു ഇമാജിനറി ഡെഡ് ലൈൻ ഉണ്ടാക്കി അതിനു മുമ്പ് ടാസ്ക് ഒക്കെ തീർക്കണം എന്നൊരു പ്രഷർ ഇടുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ടാസ്കും അതും ഈസിയായി തന്നെ ചെയ്തു തീർക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്പർ 14, മോട്ടിവേറ്റ് യുവർ സെൽഫ് ഇൻ ടു ആക്ഷൻ. നമ്മുടെ ബെസ്റ്റ് പുറത്തു കൊണ്ടുവരാൻ നമ്മളെ ചിയർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരാള് അത് നമ്മൾ തന്നെയാണ്. നമ്മൾ നമ്മളോട് ചെയ്യുന്ന സെൽഫ് ടോക്ക് എങ്ങനെയാണോ ഉള്ളത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഇമോഷൻസ് ഉണ്ടാവുക. അത് പോസിറ്റീവ് ഇമോഷൻ ആണെങ്കിലും നെഗറ്റീവ് ഇമോഷൻ ആണെങ്കിലും. മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഓപ്റ്റിമിസ്റ്റ് ആകണം. നമ്മുടെ സെൽഫ് എസ്റ്റീമിന്റെ ലെവലിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ മോട്ടിവേഷൻ ലെവൽസും ആൻഡ് പെർസിസ്റ്റൻസും ഒക്കെ ഉണ്ടാവുക. ഐ ക്യാൻ ഡു ഇറ്റ് എന്ന കോൺഫിഡൻസോടുകൂടി നമ്മളോട് തന്നെ സംസാരിക്കാൻ പഠിക്കണം. എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല, എന്നെ കൊണ്ടൊന്നും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പ്ലാൻഡ് ടാസ്ക് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാതെ ചെയ്യാനായിട്ട് ഒരു മോട്ടിവേഷൻ ഉണ്ടാവുകയില്ല. പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ സക്സസിന് വേണ്ട ഒരു മെയിൻ ക്വാളിറ്റിയാണ് ഓപ്റ്റിമിസം. ഈ ഓപ്റ്റിമിസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് 4 സ്പെഷ്യൽ ബിഹേവിയേഴ്സ് ആണ് ഉണ്ടാവുക. ഫസ്റ്റ്, ഓപ്റ്റിമിസ്റ്റ് എപ്പോഴും ഏതൊരു സിറ്റുവേഷനിലും നല്ലത് കണ്ടെത്താനായിട്ട് നോക്കും. സിറ്റുവേഷൻ എത്ര ബാഡ് ആണെങ്കിലും അതിൽ അവർ ഒരു പോസിറ്റിവിറ്റി ഓർ ബെനിഫിറ്റ് കണ്ടുപിടിച്ച് ആ സിറ്റുവേഷൻ ഓവർകം ചെയ്യും. സെക്കൻഡ്, അവർ എന്തൊരു ബുദ്ധിമുട്ട് ഓർ സെറ്റ് ബാക്സ് വന്നാലും അതിൽ നിന്ന് എന്ത് പാഠം പഠിക്കാം എന്നാണ് നോക്കുന്നത്. മൂന്നാമത്, എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായാൽ അതിനെക്കുറിച്ച് കംപ്ലൈന്റ് ചെയ്യുന്നതിന് പകരം അതിന്റെ സൊല്യൂഷൻ എന്തായിരിക്കും എന്ന് കണ്ടുപിടിക്കാനാണ് അവർ നോക്കുന്നത്. നാലാമത്തേത്, അവർ എപ്പോഴും അവരുടെ ഗോൾസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്ക് എന്താണ് നേടിയെടുക്കേണ്ടത് എന്നത് വിഷ്വലൈസ് ചെയ്യും. അത് അവരെ കോൺഫിഡന്റ് ആക്കാനും ഫോക്കസ്ഡ് ആക്കാനും എനർജൈസ്ഡ് ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. നമ്പർ 15, ടെക്നോളജി ഇസ് എ ടെറബിൾ മാസ്റ്റർ. ടെക്നോളജി നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടും ആക്കാം ഓർ വേഴ്സ്റ്റ് എനിമിയും ആക്കാം. അതിനോടൊപ്പം എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള ഒബ്സെഷൻ നമുക്ക് ഉണ്ടാകുമ്പോഴാണ് ടെക്നോളജി നമ്മുടെ എനിമി ആവുന്നത്. നമ്മുടെ ബെസ്റ്റ് കാഴ്ചവെക്കാനും കാമായിട്ടും ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാനും എല്ലാം ടെക്നോളജിയിൽ നിന്നും ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കണം. അത് നമ്മുടെ മെമ്മറി കൂട്ടാനും നല്ല ഉറക്കം കിട്ടാനും നല്ല ഡെസിഷൻ എടുക്കാനും ഫോക്കസ് കൂട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ഒരുപാട് നേരം നമ്മൾ ടെക്നോളജിയുടെ കൂടെ ചിലവഴിക്കുമ്പോൾ അതൊരു തരം ഡിസ്ട്രക്റ്റീവ് അഡിക്ഷൻ ആവുന്നു. കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഫോണിലെ ഓരോ ആപ്സും മാറി മാറി നോക്കുന്നതും എണ്ണീറ്റതും ഓടിപ്പോയി വീണ്ടും നോട്ടിഫിക്കേഷൻസ് ഒക്കെ നോക്കി സ്ക്രോൾ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ലാപ്ടോപ്പ് എടുത്തിട്ട് വീണ്ടും ഇമെയിൽസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഫുള്ള് പരതിയിരിക്കുന്നു. നമ്മൾ ഒരു ദിവസം ഫോണ് എത്ര പ്രാവശ്യമാണ് കയ്യിലെടുക്കുന്നുണ്ടെന്ന് ട്രാക്ക് ചെയ്താൽ അറിയാൻ പറ്റും ഈ ഒരു ഡിസ്ട്രക്റ്റീവ് അഡിക്ഷൻ എത്രമാത്രം ഉണ്ടെന്ന്. നമ്മൾ ആവശ്യമില്ലാതെ ഫോണിലും കമ്പ്യൂട്ടറിലും ചിലവഴിക്കുന്ന സമയം നമ്മളെ മറ്റ് ഇമ്പോർട്ടന്റ് ജോലികൾ ചെയ്യേണ്ട സമയമാണ് വേസ്റ്റ് ആക്കുന്നത്. ജോലികൾ കഴിയുന്നില്ല എന്ന് കാണുമ്പോൾ സ്ട്രെസ്ഡ് ആകുന്നു. അത് പിന്നീട് ഹെൽത്ത് ആൻഡ് സ്ലീപ്പ് ഹാബിറ്റ്സിനെ അഫക്ട് ചെയ്യുന്നു. സോ ടെക്നോളജിക്ക് അടിമയാകില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ആവശ്യമില്ലാത്ത ന്യൂസ് ലെറ്റേഴ്സ് ഒക്കെ അൺസബ്സ്ക്രൈബ് ചെയ്യുക. ഇമെയിൽസിനൊക്കെ ഒരു ഓട്ടോ റെസ്പോണ്ടർ സെറ്റ് ചെയ്യുക. ആരോ ഒരാൾ അയക്കുന്ന ഇമെയിലിന് നമ്മുടെ വിലപ്പെട്ട സമയം കൊടുക്കണോ വേണ്ടയോ എന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. നമ്പർ 16, ടെക്നോളജി ഇസ് എ വണ്ടർഫുൾ സെർവന്റ്. ടെക്നോളജിയെ നമ്മുടെ മാസ്റ്റർ ആക്കുന്നതിന് പകരം നമ്മൾ അതിന്റെ മാസ്റ്റർ ആകുകയാണ് വേണ്ടത്. നമ്മൾ ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് കൊണ്ടുവരുന്നതിന്റെ മെയിൻ എയിം തന്നെ നമ്മുടെ ലൈഫ് ഈസിയും സ്മൂത്തും ആക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ കൺഫ്യൂഷനും കോംപ്ലക്സിറ്റിയും സ്ട്രെസ്സും ഒന്നും ആക്കാനല്ല. ടെക്നോളജിയെ ഫുൾ ആയിട്ട് ഒഴിവാക്കാനല്ല നോക്കേണ്ടത്. അതിനെ കൊണ്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പണികളൊക്കെ ചെയ്യാനായിട്ട് ഏൽപ്പിക്കുക. നമ്മുടെ കമ്മ്യൂണിക്കേഷൻസിന്റെ കൺട്രോള് പിടിച്ചെടുക്കുക. ആരാണ് തന്നെ കോണ്ടാക്ട് ചെയ്യേണ്ടത്, ആരൊക്കെയാണ് എനിക്ക് ഇമെയിൽ അയക്കേണ്ടത് എന്നൊക്കെ തീരുമാനിച്ചിട്ട് ബാക്കിയെല്ലാം അൺസബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫോണിന്റെ അടുത്ത് ഞാനാണ് നിന്റെ ബോസ് എന്ന് പറഞ്ഞ് എല്ലാ നോട്ടിഫിക്കേഷനും ഡിസേബിൾ ചെയ്യാം. എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ നിന്നെ യൂസ് ചെയ്തോളാം, അല്ലാതെ ചുമ്മാ ഓരോ നോട്ടിഫിക്കേഷൻ തന്നിട്ട് എന്നെ ഡിസ്ട്രാക്ട് ചെയ്യിക്കണ്ട എന്നൊക്കെ ആക്കുക. ചിലർക്ക് ചിലപ്പോൾ ഇത് അതേപടി ചെയ്യാനായിട്ട് പറ്റില്ല. ചില എമർജൻസീസിൽ ചിലർ കോണ്ടാക്ട് ചെയ്തേക്കാം. അങ്ങനെയുള്ളപ്പോൾ അതിനൊക്കെ ഒരു സെപ്പറേറ്റ് ചാനൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഡിജിറ്റൽ സ്കെഡ്യൂളിംഗ് ടൂൾസ് ഓർ കലണ്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് നമ്മുടെ കലണ്ടറിൽ നല്ല ഒരു ബ്ലോക്ക് ഓഫ് ടൈം എപ്പോഴും മെയിൻ ടാസ്ക് ചെയ്യാനായിട്ട്
ആയിട്ട് സ്കെഡ്യൂൾ ചെയ്തിടുക. ഇത് കാണുമ്പോൾ ടൈം അവൈലബിൾ അല്ല എന്ന് വെച്ച് ചുമ്മാ ഒരു ചെറിയ കാര്യത്തിനും ആരും മീറ്റിംഗ് സെറ്റപ്പ് ചെയ്യില്ല. ഓൾസോ ഒരു മീറ്റിംഗ് ഇൻവൈറ്റ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ചിന്തിച്ചു നോക്കുക, ഇത് ഞാൻ എന്തായാലും അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ. പുതിയ സ്കിൽസ് ഒക്കെ പഠിച്ച് എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ടെക്നോളജി യൂസ് ചെയ്യുക. ഒരു ഇമോഷണൽ കണക്ഷനും മോട്ടിവേഷനും വേണ്ടി സോഷ്യൽ മീഡിയയിൽ ചുമ്മാ സമയം കളയാതെ സോഷ്യൽ മീഡിയ വൈസ് ആയിട്ട് യൂസ് ചെയ്യുക. നിങ്ങളുടെ ഗോൾസ് മറ്റുള്ളവരുടെ അടുത്ത് അനൗൺസ് ചെയ്യുക, എന്നിട്ട് ആ പ്രോഗ്രസ് ഷെയർ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ സ്കിൽസ് ഷോക്കേസ് ചെയ്യുക, സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പകരം. ഇങ്ങനെയൊക്കെയാണ് ടെക്നോളജിയെ നമ്മുടെ സെർവന്റ് ആക്കുന്നത്. നമ്പർ 17, ഫോക്കസ് യുവർ അറ്റൻഷൻ. ഹൈ പെർഫോമൻസിന്റെ ഒരു മെയിൻ കീ ആണ് ഫോക്കസ്ഡ് അറ്റൻഷൻ. ഡിസ്ട്രാക്ഷനോടുള്ള ഒരു അട്രാക്ഷൻ നമ്മുടെ അറ്റൻഷൻ കുറയ്ക്കുന്നു, മൈൻഡിനെ പല സ്ഥലത്തോട്ടൊക്കെ വാണ്ടർ ചെയ്യിപ്പിക്കുന്നു, ഫോക്കസ് ഇല്ലാത്തതാക്കുന്നു, അറ്റ് ലാസ്റ്റ് അണ്ടർ അച്ചീവ്മെന്റിലും ഫെയിലിയറിലും കൊണ്ടെത്തിക്കുന്നു. റിസർച്ച് തെളിയിക്കുന്നത് എന്താണെന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇമെയിൽസ്, ഫോൺ കോൾസ്, മെസ്സേജസിനൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിനെ നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യുന്നു. നമ്മുടെ ഫ്യൂച്ചറിന് സക്സസ് കൊണ്ടുവരാനുള്ള ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ആവുന്നു. ഈ അഡിക്ഷൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. രാവിലെ എണീറ്റതും ഇമെയിൽ ചെക്ക് ചെയ്യുമ്പോഴും നോട്ടിഫിക്കേഷൻസിന്റെ ഓരോ സൗണ്ട് കേൾക്കുമ്പോഴും അതെടുത്ത് റെസ്പോണ്ട് ചെയ്യുമ്പോഴും ഒരു ഡോപാമിൻ നമ്മുടെ ബ്രെയിനിൽ റിലീസ് ആവുന്നു. അത് ഒരു തരം പ്ലഷറും ഉണ്ടാക്കുന്നു, ഒപ്പം ക്യൂരിയോസിറ്റി. ബട്ട് അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണികൾ മറക്കുന്നു. ആ പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് അത് അഡിക്ഷനായി മാറുന്നു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് മൾട്ടി ടാസ്കിംഗ് ഇല്യൂഷൻ. നമ്മളിൽ ഒരുപാട് പേരും എനിക്ക് മൾട്ടി ടാസ്കിംഗ് പറ്റും എന്ന് ബോസ്റ്റ് ചെയ്യാറുണ്ട്. അതായത് പല പണികൾ എനിക്ക് സെയിം ടൈമിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ആക്ച്വലി ഇവിടെ മൾട്ടി ടാസ്കിങ്ങിന് പകരം ടാസ്ക് സ്വിച്ചിങ് ആണ് നടക്കുന്നത്. പണികൾ ചെയ്യുന്നു, ഇടയ്ക്ക് ഇമെയിലിന് റിപ്ലൈ കൊടുക്കുന്നു, ഇടയ്ക്ക് കലണ്ടർ ചെക്ക് ചെയ്യുന്നു, ഇടയ്ക്ക് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്ത വർക്കിൽ നിന്നും അടുത്ത വർക്കിലോട്ട് പോകുന്നത് ബ്രെയിൻ അത്ര ഈസി അല്ല. നമുക്ക് കുഴപ്പമില്ലാത്ത പോലെയൊക്കെ തോന്നിയാലും പഴയ ടാസ്കിന്റെ റെസിഡ്യൂ ബ്രെയിനിൽ നിന്ന് മാറാൻ കുറച്ച് ടൈം എടുക്കും. എന്നിട്ടേ പുതിയതിൽ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതിനായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് രാവിലെ എണ്ണീറ്റതും ഇമെയിൽസ് ചെക്ക് ചെയ്യരുത്, മറിച്ച് നമ്മുടെ വലിയ തവള ഏതാണ് എന്ന് ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ച് കാണുമല്ലോ, അത് ഡയറക്റ്റ് ചെയ്യാം. 90 മിനിറ്റ്സ് ചെയ്യാം, ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കുക, എന്നിട്ട് വീണ്ടും ഒരു 90 മിനിറ്റ്സ് കൂടി ടാസ്ക് ചെയ്യാം. അതിനുശേഷം ഒരു ഡോപാമിൻ ഹിറ്റ് വേണമെങ്കിൽ ഇമെയിൽസ്, മെസ്സേജസ് ഒക്കെ ചെക്ക് ചെയ്യുക. നമ്പർ 18, സ്ലൈസ് ആൻഡ് ഡൈസ് ദ ടാസ്ക്. നമ്മൾ ഒരു ടാസ്ക് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാനുള്ള ഒരു റീസൺ എന്താണെന്നാൽ നമുക്ക് വളരെ വലിയ ഒരു ജോലിയായിട്ട് തോന്നുന്നത് കൊണ്ടാണ്. സോ ഇതിനായിട്ട് സലാമി സ്ലൈസ് മെത്തേഡ് എന്നൊരു മെത്തേഡ് യൂസ് ചെയ്യാം. ഫസ്റ്റ് നമ്മുടെ ആ വലിയ ടാസ്കിനെ ചെറുതാക്കുക, എന്നിട്ട് ആ ചെറിയ ടാസ്ക് വെച്ച് തുടങ്ങാം. സോ സൈക്കോളജിക്കലി നോക്കിയാൽ ചെറിയ ടാസ്കുകൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത് കുറവായിരിക്കും. ഇങ്ങനെ ഓരോ ടാസ്കും ഒന്ന് കഴിഞ്ഞ അടുത്തത് എന്ന് ചെയ്തു വരുമ്പോൾ ആ നമ്മുടെ വലിയ ടാസ്ക് നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ടാവും. ഏതൊരു ടാസ്ക് ചെയ്ത് തീർക്കുമ്പോഴും നമ്മുടെ ബ്രെയിനിൽ ഒരു എൻഡോർഫിൻ റഷ് ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു എനർജി നമ്മളെ നെക്സ്റ്റ് ടാസ്ക് ഒക്കെ ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ തരുന്നു. ഇവിടെ വലിയ ഫ്രോഗ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന എൻഡോർഫിൻ റഷ് നിറയെ ആയിരിക്കും. പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഒരു വലിയ പണി പെട്ടെന്ന് നോക്കുമ്പോൾ അതിന്റെ വലിപ്പം കണ്ട് നമ്മൾ നാളത്തേക്ക് എന്ന് പറഞ്ഞ് മാറ്റിവെക്കരുത്. അതേ വലിയ പണിയെ സ്ലൈസ് ചെയ്ത് ചെറിയ ടാസ്ക് ആക്കിയാൽ അത് ചെയ്തു തുടങ്ങാൻ നമുക്ക് അത്ര ഫ്രിക്ഷൻ ഉണ്ടാവില്ല. ചെറുതാണെങ്കിലും ടാസ്ക് കംപ്ലീഷൻ ബ്രെയിനിൽ ഒരു എൻഡോർഫിൻ റഷ് തരും. അത് അടുത്ത ടാസ്ക് ചെയ്യാനായിട്ടുള്ള മോട്ടിവേഷനും തരുന്നു. നമ്പർ 19, ക്രിയേറ്റ് ലാർജ് ചങ്ക്സ് ഓഫ് ടൈം. നമ്മുടെ ആ വലിയ തവളയെ നോക്കിയാൽ അത് ചെയ്യാനായിട്ട് നമുക്ക് മിക്കവാറും ഒരു ലാർജ് ചങ്ക് ഓഫ് ടൈം എന്തായാലും വേണ്ടി വരും. സോ എപ്പോഴും ഇങ്ങനെ ആവശ്യമാകുന്ന സമയം നമ്മുടെ സ്കെഡ്യൂളിൽ നിന്ന് കാർവ് ഔട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ശീലിക്കണം. അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓരോ ജോലിക്കും അതാത് ടൈം അലോട്ട് ചെയ്ത് കലണ്ടറിൽ ബ്ലോക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മെയിൻ ഇമ്പോർട്ടന്റ് ടാസ്കിന് വേണ്ടി വരുന്ന ആ ലാർജ് ചങ്ക് ഓഫ് ടൈം നമ്മുടെ സ്കെഡ്യൂളിൽ ഉൾപ്പെടുത്താൻ ഈസി ആയിരിക്കും. അതിപ്പോൾ ഇന്ന ടാസ്ക് എന്നില്ല, എക്സസൈസ്, റീഡിങ്, ജേർണലിങ്, അങ്ങനെ ഏതൊരു കാര്യത്തിനും ആവശ്യമുള്ള ടൈം അലോട്ട് ചെയ്താൽ നമുക്ക് അതൊക്കെ എപ്പോഴൊക്കെയാണ് ഒരു ദിവസം ചെയ്യേണ്ടത് എന്ന് നല്ല ഒരു ഐഡിയ ഉണ്ടാവും. തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ അത് റൂട്ടീനിൽ അങ്ങനെ അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവും. ഹൈ പെർഫോമൻസിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് രാവിലെ കുറച്ച് നേരത്തെ തന്നെ എണ്ണീറ്റ് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള അൺഡിസ്ട്രാക്റ്റഡ് ചങ്ക് ഓഫ് ടൈം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. കുറച്ച് കഴിയുമ്പോൾ ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഡിസ്ട്രാക്ഷൻസ് പലതും വരാം. നമ്പർ 20, ഡെവലപ്പ് എ സെൻസ് ഓഫ് അർജൻസി. ഈ ഹൈ പെർഫോമൻസ് ആയിട്ടുള്ള ആളുകളെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അവർ അവരുടെ ടാസ്ക് ചെയ്തു തീർക്കാൻ എപ്പോഴും ഒരേ വെപ്രാളമായിരിക്കും. അതായത് അവർ ആക്ഷൻ ഓറിയന്റഡ് ആയിരിക്കും. അല്ലാതെ എനിക്ക് ഇതൊക്കെ ചെയ്യാനുണ്ട്, എനിക്ക് കുറേ പണികൾ ചെയ്യാനുണ്ട് എന്നൊന്നും ചുമ്മാ പറഞ്ഞുകൊണ്ടേ ഇരിക്കില്ല. മറിച്ച് അവര് കുറച്ച് ടൈം എടുത്ത് ചിന്തിക്കുന്നു, പ്ലാൻ എടുക്കുന്നു, പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ചുമ്മാ ഓരോന്നും ആലോചിച്ചിരിക്കില്ല, റൈറ്റ് ടു ദ ആക്ഷൻ ആയിരിക്കും. അത് തീർക്കും വരെ അവർ ഒരു സെൻസ് ഓഫ് ഏർജൻസി ക്രിയേറ്റ് ചെയ്ത് പണികൾ ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ ആവറേജ് ആളുകൾ ഒരു പണി ചെയ്യാൻ എടുക്കുന്നതിന്റെ നല്ലൊരു ശതമാനം കുറവ് ടൈമേ എടുക്കുള്ളൂ.
ഈ പറയുന്ന ആ സെൻസ് ഓഫ് ഏർജൻസി ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു ജോലിയോടുള്ള മൊമെന്റം വേഗം തന്നെ ഉണ്ടാവുന്നു. എപ്പോഴും ഒരു ജോലി ചെയ്തു തുടങ്ങാൻ നല്ല പാടാണ്. ആ ഒരു ഫ്രിക്ഷനൊക്കെ മറികടന്ന് ഒരു ഫ്ലോ സ്റ്റേജിൽ എത്താൻ ഏർജൻസി നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണ് മൊമെന്റം ബിൽഡ് ആകുന്നത്. സോ ഡു ഇറ്റ് നൗ എന്ന് എപ്പോഴും മനസ്സിൽ പറഞ്ഞ് ആ ഏർജൻസി കീപ്പ് അപ്പ് ചെയ്യാം. ഓൾസോ ഡിസ്ട്രാക്ട് ആയാലും ബാക്ക് ടു വർക്ക് എന്ന് പറഞ്ഞ ട്രാക്കിൽ വേഗം തന്നെ തിരിച്ചെത്തുക. നമ്പർ 21, സിംഗിൾ ഹാൻഡിൽ എവറി ടാസ്ക്. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാസ്ക് എന്താണെന്ന് സെലക്ട് ചെയ്യാനുള്ള നമ്മുടെ കഴിവ്, പിന്നെ അത് ചെയ്തു തുടങ്ങുന്നത്, അതിനുശേഷം അത് തീർക്കുന്നത് വരെ ഫുൾ ആയിട്ട് ഒരു ടാസ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഹൈ ലെവൽ ഓഫ് പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള മെയിൻ ആയിട്ട് വേണ്ടത്. ഈ ചാപ്റ്ററിൽ നമ്മൾ സിംഗിൾ ഹാൻഡ്ലിംഗ് എ ടാസ്കിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഏതൊരു ജോലിയും തുടങ്ങിക്കഴിഞ്ഞാൽ വേറെ ഒന്നിലും ഡൈവേർട്ട് ആകാതെ, ഇടയിൽ കൂടി വേറെ പല കാര്യങ്ങളും ചെയ്യാതെ സിംഗിൾ ഹാൻഡ്ലിംഗ് ചെയ്താൽ ആ ജോലി ചെയ്തു തീർക്കാൻ എടുക്കുന്ന ആക്ച്വൽ ടൈമിന്റെ 50% വരെ സേവ് ആവും എന്നാണ് പറയുന്നത്. നമ്മൾ ഒരു കാര്യം ചെയ്യാൻ എടുക്കുന്നു, എന്നിട്ട് അതിന്റെ പാതി എത്തുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എടുക്കുന്നു, പിന്നീട് പഴയതിലോട്ട് തിരിച്ചു വരുന്നു. ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ ആ ടാസ്ക് തുടങ്ങുമ്പോൾ അത് എവിടെ വരെ എത്തി, ഇനി എന്ത് ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് കുറച്ച് എക്സ്ട്രാ ടൈമും എഫേർട്ടും ആണ് വേസ്റ്റ് ആവുന്നത്. സോ ഇവിടെ സെൽഫ് ഡിസിപ്ലിൻ ആണ് വേണ്ടത്. നമ്മുടെ ടോപ്പ് 1 ടാസ്ക് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഡിസിപ്ലിൻഡ് ആയിട്ട് അത് മാത്രം ചെയ്തു തീർക്കുമ്പോൾ ഹൈ പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിനോടൊപ്പം സെൽഫ് എസ്റ്റീം, സെൽഫ് റെസ്പെക്ട്, ഹാപ്പിനെസ്സും ഒക്കെയാണ് കൂടുന്നത്. അപ്പോൾ ഇതാണ് ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന ബുക്കിന്റെ ഫുൾ ബുക്ക് സമ്മറി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. വേറെ ബുക്ക് ഇതുപോലെ റിവ്യൂ ചെയ്യണമെങ്കിലും കമന്റ് ചെയ്യുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്.